മകീര്യം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പ് ലഭിക്കാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണത്തിന് അനുയോജ്യമായ സമയമാണ്. രേഖകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം വരാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ ആഴ്ച സാധിച്ചേക്കാം. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പിതാവിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നോ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പ്രതിസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ അനുകൂലമായ ചർച്ചകൾ നടക്കും. ദൂരയാത്രകൾക്കും വിദേശ പഠനത്തിനുമുള്ള ശ്രമങ്ങൾ വിജയിക്കും. മാനസികമായ ഉന്മേഷം വർദ്ധിക്കുമെങ്കിലും ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക. യോഗ തുടരുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കാര്യങ്ങൾ അനുകൂലമാകും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശനം നടത്തുന്നതോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ സർവ്വവിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും.